പത്തനംതിട്ടയിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് എന്നാണ് ഇരുവരുടെയും വാദം. അതേസമയം സംസ്ഥാന സർക്കാരാണ് നിലവിൽ നഷ്ടപരിഹാര തുക നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നഷ്ടപരിഹാര തുക സംബന്ധിച്ച മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവന ഇങ്ങനെ: 2-3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ കുടുംബത്തിന്, മരണം അടയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. അത് കേരളത്തിന്റെ തീരുമാനമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് അതിലില്ല. നമുക്ക് 1 രൂപ പോലും അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അതിൽ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ളവ ലഭിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മുന്നിൽ നമ്മൾ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടേ? UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്ക് പ്രിയം കേന്ദ്ര സർക്കാർ തന്നെ. നഷ്ടപരിഹാര തുക കേന്ദ്രമാണ് നൽകുന്നതെന്ന് UDF സ്ഥാനാർത്ഥിയുടെ വാദം. അല്ല, ഫെഡറൽ സിസ്റ്റം ആണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് തരുന്നു. ഇത് കേന്ദ്ര ഫണ്ട് തന്നെയാണെന്നുള്ളത് ഉറച്ചു നിൽക്കുകയാണല്ലോ അല്ലേ? ഉറച്ചു നിൽക്കുന്നു. ഒരു സംശയമില്ല, ഉറച്ചു നിൽക്കുന്നു. വിഷയത്തിൽ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയും ആന്റോ ആന്റണിയുടെ നിലപാട് തന്നെ സ്വീകരിച്ചു. ആകപ്പാടെ ഒരു തുകയുള്ളത് 10 ലക്ഷമാണ്. ആ 10 ലക്ഷം കേന്ദ്ര ഫണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ ആക്ടിന്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ആന്റോ ആന്റണിയുടെ കേന്ദ്രാനുകൂല പ്രസ്താവനയ്ക്ക് തെളിവ് ചോദിച്ച മന്ത്രി വീണ ജോർജ് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ആന്റോ ആന്റണി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വെല്ലുവിളി ഞാൻ ആരുടെയും വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല. കൈരളി ന്യൂസ്, പത്തനംതിട്ട.